സീസൺ 7 7ന്റെ പണി. ഇത് പെരിയാറേ ജയിക്കൂ. ഈ സീസണിൽ പെരിയാറേ ജയിക്കത്തുള്ളൂ. ഞാൻ പറയുകയാണ്, ആകെ ഡൗൺ ആയിട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഈ ഒരു സീസൺ എങ്ങനെയായിരിക്കും ഇതിന്റെ എൻഡിങ്, ആരായിരിക്കും ഇത് തൂക്കുക എന്നൊക്കെ ഓർത്ത് ആകെ ഒരു ഡെസ്പ് അടിച്ചിരുന്ന് ഇൻസ്റ്റഗ്രാമിൽ പോയി കുറെ അധികം റീൽസ് ഇരുന്ന് കാണുകയുണ്ടായി. അപ്പൊ അതിനിടയ്ക്കൊക്കെ ഇങ്ങനെ വിക്കി തഗ്, തൊപ്പി, പിന്നെ സർജുക്ക, ജീംബൂംബ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അനീഷിനെയാണ്. അനീഷിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് ഇവരൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അനുമോളെ പോലെ ഭയങ്കര പിൽക്കാലത്തെ ബിഗ് ബോസ് വിന്നേഴ്സ് ഒന്നും അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അഖിൽമാരാര്, റോബിനൊക്കെ അനുമോൾക്ക് സപ്പോർട്ടുമായിട്ടാണ് അവരൊക്കെ രംഗത്തെത്തിയത്. പക്ഷെ എന്താണ് റിയൽ പെരിയാർ എന്ന് വെച്ചാൽ കാശ് വാങ്ങിക്കാതെയുള്ള ഈ 16 ലക്ഷത്തിന്റെ PR കോൺട്രാക്ട് ഏറ്റെടുത്തിട്ടില്ലാത്ത കുറച്ച് നല്ല മനുഷ്യര് ഇവരൊക്കെ അനീഷിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു സർജുക്കാട്, ഈ ഒരു ഉമ്മ പുള്ളിക്കാരത്തി പറയുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റാണ്. ഇന്നലെ ആദിലയ്ക്കും നൂറയ്ക്കും എതിരെ നടന്ന ആ ഒരു ഡീഗ്രേഡിങ്, അതിനെപ്പറ്റി ആരും സംസാരിക്കില്ല. ഈ പ്രമുഖരാരും സംസാരിക്കില്ല. ഞാൻ പറയുന്ന ഈ അഖിൽമാരാര്, റോബിൻ തുടങ്ങി ലിസ്റ്റ് ഇങ്ങനെ നീളുകയാണ്. അവരാരും സംസാരിക്കില്ല. ആദിലയും നൂറയും നേരിട്ട ആ ഒരു അറ്റാക്ക്, അവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ, അനുമോളുമായിട്ട് അവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർ പട്ട ഗേൾസ് ആണ്, അവര് ഗേൾസ് ഗ്രൂപ്പാണ്, ഭയങ്കര അടുത്ത ഫ്രണ്ട്സ് ആണ്. പക്ഷെ എന്താണ്, അവര് എതിർത്ത് നിൽക്കുമ്പോൾ മോശക്കാരികളാവുകയാണ്. അതെങ്ങനെയാണ് അങ്ങനെ ആവുന്നത്? അല്ല, വാലിഡ് ചോദ്യമല്ല. ഇങ്ങനെ ഈ പോസിറ്റീവും നെഗറ്റീവും ആക്കാൻ വേണ്ടി ഇരുന്ന് പുറത്ത് ആളുകൾ ഇരുന്ന് പ്രവർത്തിക്കുമ്പോൾ ആളുകൾ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് നെഗറ്റീവ് ആവും. അതാണ് നമ്മൾ ഈ സീസണിന്റെ തുടക്കം മുതൽ കണ്ടിട്ടുള്ളത്. അനുമോളുടെ ഓരോ മാനിപ്പുലേഷനും ഏറ്റുപിടിച്ച് കൊട പിടിച്ച് ആളുകളെ നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഈ PR. അത് തുറന്നു കാണിക്കാൻ മാത്രമാണ് ആദില ശ്രമിച്ചിട്ടുള്ളത്. അക്ബറിനെ നെഗറ്റീവ് ആക്കാൻ ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്തു, നമ്പർ എഴുതി കൊടുത്തു. ആരുടെ നമ്പർ എന്നൊക്കെ ഉള്ളത് സെക്കൻഡറി കാര്യം. അക്ബറിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി നമ്പർ എഴുതി കൊടുത്തു എന്ന് പറയുന്നു. അത് വാലിഡ് പോയിന്റ് ആയിട്ട് ഇപ്പൊ പ്രൂവ് ആവുകയാണ്. ഇന്നലത്തെ ആ ഒരു സംഭവത്തിൽ തന്നെ നമുക്കത് മനസ്സിലാവുകയാണ്, അത് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എടുത്തു വെച്ച് പരിശോധിക്കേണ്ട, വിലയിരുത്തേണ്ട കാര്യങ്ങളാണ്. പിന്നെ ആ ഒരു ടിഷ്യൂ പേപ്പർ കേസ്, അത് ആദിലയുടെ വീഡിയോയിൽ എടുത്തിട്ട് കാണിക്കുന്നുണ്ട്, ഇതാണ് എന്റെ ടിഷ്യൂ പേപ്പർ. അതൊക്കെ പോട്ടെ, അനുമോളുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജിൽ വന്നിരിക്കുന്ന ഒരു പോസ്റ്റ് ആണ് ഈ കാണിക്കുന്നത്. ആദിലയോടും നൂറയോടും മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. അനുമോളുടെ PR ടീം ഹെഡ് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്, സോറി ഫോർ ദി അറ്റാക്ക് എന്ന്. ഈ ടിഷ്യൂ പേപ്പർ വിവാദം ഊതിപ്പെരുപ്പിച്ച ഒരു വിവാദമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇതിലും വലിയ തെളിവൊന്നും വേണ്ട. ഇത് ഊതിപ്പെരുപ്പിച്ച ഒരു സംഭവമായിരുന്നു, ഊതിപ്പെരുപ്പിച്ച ഒരു വിവാദമായിരുന്നു. ഇതിനെപ്പറ്റി നമ്മൾ ഓവറായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. കാരണം നമുക്കറിയാം ഇത് അങ്ങനത്തെ ഒരു കാര്യമാണ്. വെറുതെ ഡ്രാമ കളിച്ച്, കരച്ചിൽ കണ്ണീര് കളിച്ച്, സഹതാപതരംഗം വോട്ടുണ്ടാക്കി, അങ്ങനത്തെ ഒരു കളിയാണ്. പ്ലാൻഡ് ആയിട്ടുള്ള, സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ഒരു മൂവ് ആയിരുന്നു ഇതൊക്കെ ഇന്നലെ നടന്നത്. എന്നുവെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ വേറുള്ള ആളുകളുടെ ലൈഫ് വെച്ച് ഗെയിം കളിച്ച് ഇങ്ങനെ അവരെ നെഗറ്റീവ് ആക്കി ഓരോരുത്തരെയായിട്ട് വെട്ടി വീഴ്ത്തി വിജയകിരീടം നേടിക്കൊടുക്കുക, അനുമോൾക്ക് വിജയകിരീടം നേടിക്കൊടുക്കുക. അതാണ് തുടക്കം മുതലേ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാനിപ്പുലേഷനിൽ കുറച്ചൊക്കെ ഞാനും വീണ് പോയിട്ടുണ്ട്, അതൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഇതിലൊന്നും പെടാത്ത, ഇതിലൊന്നും വീഴാത്ത, ഈ ഗെയിം ഒന്നും അറിയാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഇങ്ങനത്തെ ചീപ്പ് കളികൾ കളിച്ച് വിജയകിരീടം നേടാൻ അദ്ദേഹം ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ സീസൺ ഉറപ്പായിട്ടും അനീഷിനുള്ളത് തന്നെയാണെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഈ സീസൺ അനീഷ് വിജയിക്കേണ്ട സീസൺ ആണ്. ഇത് അനീഷ് തന്നെ വിജയിക്കണം. ഇത് അനീഷ് വിജയിക്കുമെന്ന് തന്നെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. മുമ്പൊരു വീഡിയോ ഇട്ടപ്പോൾ ഭയങ്കര ഡൗൺ ആയിരുന്നു, സത്യം പറയുകയാണ്, ഭയങ്കര ഡൗൺ ആയിരുന്നു. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഒരാളുടെ പേര് പറയുമ്പോൾ നമ്മൾ അതിന് എതിരെ നിന്ന് ഒരു വീഡിയോ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായിട്ടും ഡൗൺ ആകും. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, അനീഷ് ഈ സീസൺ വിജയിക്കും എന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് സത്യമുള്ളത് കൊണ്ടാണ്. ഇത് സത്യമുള്ള പ്രേക്ഷകരുടെ ഷോ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അനീഷ് വിജയിക്കും. ആ കാര്യത്തിൽ എനിക്ക് 100 അല്ല 150% ഉറപ്പാണ്. അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് കളിച്ചിട്ടുള്ള ഡേർട്ടി ഗെയിമുകൾ ഓരോന്നോരോന്നായിട്ട് പൊളിഞ്ഞു വീഴും. ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല.